ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഈ ഹെന്ന ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടുള്ള പണിയാണ്, വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റുള്ളതാണ്. ബട്ട് നമുക്കിതിൻ്റെ ബേസിക് അറിയാമെങ്കിൽ ഏറ്റവും എളുപ്പത്തിലും അതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഹെന്ന ഡിസൈൻ ചെയ്യാം. നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ഹെന്ന ഇടാൻ പറ്റും, അതുപോലെ തന്നെ നല്ല പെർഫെക്ഷനും കിട്ടും. നമ്മൾ ഓരോ ടൈമും ഹെന്ന ഇടുമ്പോഴും അതുപോലെ ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മുടെ ഡിസൈൻ ഡെവലപ്പായി വരുന്നത് എത്രത്തോളം എന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഈ ഹെന്ന ഡിസൈനിങ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല റിലാക്സ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് വർക്കിന് പോവുകയാണെങ്കിലും അവിടെ അറിഞ്ഞൂടാത്ത ആൾക്കാരായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ മിക്ക ഹെന്ന ആർട്ടിസ്റ്റുകൾക്കും ചെറുതായിട്ടൊരു ടെൻഷനൊക്കെ കാണും. അത് എനിക്കും ഉണ്ട്. പിന്നെ കുറച്ച് നേരം മിണ്ടിയും പറഞ്ഞും കാര്യമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ എല്ലാം സെറ്റാവും. പിന്നെ ഫസ്റ്റ് ഉണ്ടാവുന്ന പേടിയൊന്നും പിന്നെ കാണൂല. നമ്മൾ എന്ത് വർക്ക് ചെയ്താലും അത് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി ഒന്ന് റിലാക്സ് ചെയ്തിരുന്ന് അവിടെ പതുക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നല്ല ഒരു റിസൾട്ടായിരിക്കും ഫൈനലി കിട്ടുന്നത്. ഹെന്ന ഡിസൈനിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിക് അറിഞ്ഞാൽ മതി, നമുക്ക് നന്നായിട്ട് വരയ്ക്കാൻ പറ്റും.